ICICI ബാങ്കിന്റെ പുതിയൊരു ATM കാർഡ് നമുക്കിങ്ങനെ എളുപ്പത്തിൽ ATM കൗണ്ടർ മുഖാന്തരം ആക്ടിവേറ്റ് ചെയ്യാം, അതേപോലെ പുതിയൊരു പിൻ നമ്പർ സെറ്റ് ചെയ്യാം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്കിനി കൂടുതൽ കാര്യങ്ങളോട് തന്നെ പോകാം. അപ്പോൾ ഇതിനാദ്യമായിട്ട് തന്നെ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ICICI ബാങ്കിൻ്റെ ഒരു ATM കൗണ്ടറിലോട്ട് പോയതിന് ശേഷം നിങ്ങളുടെ ATM കാർഡ് മിഷനിലോട്ടൊന്ന് കൃത്യമായിട്ട് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. കാർഡ് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ളൊരു ഏരിയയിലായിട്ട് ഫസ്റ്റിൽ 2 ഓപ്ഷൻസ് കാണാനായിട്ട് കഴിയും. അപ്പോൾ ഇതിൽ നമ്മുടെ ATM പിന്ന് റിക്കവർ ചെയ്ത് എടുക്കാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ജനറേറ്റ് ATM പിൻ എന്നുള്ള സെക്കൻഡ് ഓപ്ഷനിലാണ് കൃത്യമായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അതിനുശേഷം നമുക്ക് ഇത്തരത്തിൽ 2 ഓപ്ഷൻസ് വന്നതായിട്ട് കാണാം. ഇതിൽ ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ടുള്ള ജനറേറ്റ് OTP എന്നുള്ള ഏരിയയിലാണ് നമ്മളിവിടെ ആദ്യം സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അത് കൃത്യമായിട്ട് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇത്തരത്തിൽ നമ്മുടെ ബാങ്കിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യാനായിട്ട് അവർ പറയുന്നുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് തന്നെ തെറ്റൊന്നും കൂടാതെ ഇവിടെ എൻ്റർ ചെയ്തിട്ട് യെസ് എന്നുള്ള ഏരിയയിൽ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്, അതായത് നമ്മൾ ബാങ്കിൽ കൊടുത്തിട്ടുള്ള നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൃത്യമായിട്ട് തന്നെ എൻ്റർ ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അത് തെറ്റൊന്നും കൂടാതെ ഇവിടെ എൻ്റർ ചെയ്തതിന് ശേഷം യെസ് എന്നുള്ള ഏരിയയിൽ ഒന്നുകൂടി ടാപ്പ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ മൊബൈൽ നമ്പറിലോട്ട്, അതായത് നമ്മുടെ ബാങ്കിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലോട്ട് ഒരു OTP നമ്പർ വരുന്നതായിരിക്കും. ഈ വന്നിട്ടുള്ള OTP നമ്പർ നമുക്ക് പിന്നീട് ആവശ്യമായിട്ട് വരുന്നുണ്ട് ഈ പ്രോസസ്സ് ചെയ്യാൻ തന്നെ. അപ്പോൾ അതിന് നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മുടെ ATM കാർഡ് നമ്മൾ മിഷനിൽ നിന്ന് ഒന്ന് തിരിച്ചെടുക്കുക. അതിനുശേഷം വീണ്ടും നമ്മൾ ഈ കാർഡ് മിഷനിലോട്ട് തന്നെ ഒന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. കാർഡ് ഇൻസേർട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ മുന്നേ കണ്ടിട്ടുള്ള പോലെ തന്നെ ആ സെയിം ഓപ്ഷൻസ് വീണ്ടും കാണും. ഇതിൽ ജനറേറ്റ് ATM പിൻ എന്നുള്ള അതിൽ തന്നെ നമ്മൾ ഒന്നുകൂടിയും സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇത്തരത്തിൽ 2 ഓപ്ഷൻസ് വീണ്ടും കാണാനായിട്ട് കഴിയും മുന്നേ കണ്ടിട്ടുള്ള. പക്ഷേ ഇതിൽ നമ്മൾ ജനറേറ്റ് OTPയിലല്ല സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അതിന് താഴെയായിട്ടുള്ള ഓൾറെഡി ഹാവ് OTP ജനറേറ്റ് ATM പിൻ എന്നുള്ള ഏരിയയിലാണ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അത് സെലക്ട് ചെയ്തതിന് ശേഷം ഇത്തരത്തിൽ അവർ നമുക്ക് OTP ആയിട്ട് വന്നിട്ടുള്ള ആ നമ്പർ ഇവിടെ എൻ്റർ ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. കൃത്യമായിട്ട് തന്നെ ആ 4 അക്ക OTP നമ്പർ നമ്മളിവിടെ എൻ്റർ ചെയ്തതിന് ശേഷം യെസ് എന്നുള്ള ഏരിയയിൽ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നീടാണ് നമ്മുടെ പുതിയ ATM പിൻ സെറ്റ് ചെയ്യേണ്ട ഏരിയയിൽ എത്തുന്നത്. അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് നിങ്ങളുടെ സെക്യൂർ ആയിട്ട് നിങ്ങൾക്ക് ഓർമ്മയിലിരിക്കുന്ന ഒരു 4 അക്ക ATM പിൻ നമ്പർ തന്നെ ഇനി സെറ്റ് ചെയ്യുക. അതിനുശേഷം യെസ് എന്നുള്ള ഏരിയയിൽ ടാപ്പ് ചെയ്തതിന് ശേഷം കൺഫർമേഷൻ്റെ ഭാഗമായിട്ട് ഈ സെയിം പിൻ നമ്പർ നമ്മൾ ഒരു തവണ കൂടി ഇവിടെ എൻ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതും കൃത്യമായിട്ട് എൻ്റർ ചെയ്തതിന് ശേഷം യെസ് എന്നുള്ള ഏരിയയിൽ ടാപ്പ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ കൃത്യമായിട്ട് തന്നെ ഈ പ്രോസസ്സ് ഇവിടെ കംപ്ലീറ്റ് ആകുന്നതാണ്. നിങ്ങളുടെ പുതിയ പിൻ നമ്പർ ഇവിടെ സക്സസ് ആയിട്ട് സെറ്റ് ആവുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ എളുപ്പത്തിൽ നമുക്ക് ഈ പ്രോസസ്സ് ചെയ്ത് തീർക്കാനായിട്ട് കഴിയുന്നതാണ്. നമ്മുടെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് പോവുക. അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പോകുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിച്ച് പോവുക.